നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ISL കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ പഞ്ചാബ് FC-യുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 7:30 കൊച്ചിയിൽ വെച്ചിട്ടാണ് ആ കളി നടക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ സമനില പിടിച്ച് ഒരു പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ പഞ്ചാബ് 4 കളികളിൽ നിന്ന് 5 പോയിന്റോടെ 10ാം സ്ഥാനത്തുള്ള ടീമാണ്. കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല എന്നർത്ഥം. ഇന്ന് മത്സരത്തിന് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ഡേവിഡ് കാറ്റല മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പഞ്ചാബ് ടീമിനെ വിലയിരുത്തുന്നുണ്ട്. പഞ്ചാബ് ടീമിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, പഞ്ചാബ് തീർച്ചയായിട്ടും അവർ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വരിക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അത്തരത്തിലുള്ള ടീമാണ് പഞ്ചാബ്. ഈസ് എ ടീം ദാറ്റ് വെൻ ദേ സ്കോർ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു കം ബാക്ക്. സോ നമ്മൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുത്തെങ്കിൽ മാത്രമേ അവർക്കെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ എന്ന് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹം പറയുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലാൻ എന്താണ്. അതിൽ അദ്ദേഹം പറയുന്നത്, നമ്മൾ കുറച്ചുകൂടി നല്ല രൂപത്തിൽ ഓപ്പൺ പ്ലേയിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും വേണം. നമുക്ക് മത്സരങ്ങൾ വിജയിക്കണമെങ്കിൽ നമ്മൾ സ്കോർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടി നല്ല രൂപത്തിൽ ഗോളുകൾ കൺസീഡ് ചെയ്യുന്നത് കുറയ്ക്കുകയും വേണം. അപ്പോൾ നമ്മൾ 5 കളികളിൽ നിന്ന് 7 ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. അതാണ് ഇപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ. പിന്നെ എന്തെങ്കിലും ഇഞ്ചുറി കൺസേൺസ് ഉണ്ടോ, ഏതെങ്കിലും താരങ്ങളുടെ കാര്യത്തിൽ ഇഞ്ചുറി കൺസേൺസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം ടീം ഡോക്ടേഴ്സിനോടും ഫിസിയോസിനോടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. ചില പ്ലെയേഴ്സിന് ചില മസിൽ ഇഷ്യൂസ് ഉണ്ട്. ഏതായാലും മിക്ക താരങ്ങളും നാളെ കളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് കോച്ച് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഐബാൻ ഡോലിങ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം എടുത്തു പറഞ്ഞു, ഫാലോവിൻ്റെ കാര്യം. നമ്മുടെ പുതിയ പ്ലെയർ ഫാലോ ഡിഫൻസിൽ നമ്മളെ വല്ലാതെ സഹായിക്കുന്നുണ്ട്. അദ്ദേഹം ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന എനർജി വളരെ പോസിറ്റീവാണ് എന്നുകൂടി ഐബൻ ഡോലിങ് പറഞ്ഞു. ഒപ്പം തന്നെ ഐബൻ പറയുന്നു, ഇൻഡിവിജ്വലി എനിക്ക് ഒരു പ്ലെയർ എന്ന നിലയിൽ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഒരു ഡിഫൻഡർ എന്ന നിലയിൽ എനിക്ക് നമ്മുടെ ആദ്യ ക്ലീൻ ഷീറ്റ് നാളത്തെ മത്സരത്തിൽ ലഭിക്കണമെന്നാണ് ആഗ്രഹം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ ക്ലീൻ ഷീറ്റ് നേടി ബ്ലാസ്റ്റേഴ്സ് ഗോൾ അടിച്ച് വിജയിച്ച് കയറട്ടെ എന്ന പ്രതീക്ഷയോടെ പ്രത്യാശയോടുകൂടി ആരാധകരും കാത്തിരിക്കുകയാണ്. വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.